എന്താണ് ജീവിത വിജയം? വാട്ട് ഈസ് സക്സസ് ഇൻ ലൈഫ്? ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. സക്സസ് ഗുരുക്കൾ എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാം, എങ്ങനെ ബിസിനസ് വിജയിക്കാം, എങ്ങനെ എക്സാം വിജയിക്കാം എന്ന ക്ലാസ്സുകൾ എടുക്കുന്ന കാലമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ജീവിത വിജയം? സമൂഹം പൊതുവെ വലിയ വീടുകളുള്ള, ഫാൻസി കാറുകളുള്ള, മക്കൾ വിദേശത്ത് സെറ്റിലായ ആളുകളേക്കാണ് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ സക്സസ് ആയി എന്നൊക്കെ കണക്കാക്കുന്നത്. എന്നാൽ അത് മാത്രമാണോ ജീവിത വിജയം? ബൈബിളിൽ ജോസഫ് എന്ന മനുഷ്യനെ കുറിച്ച് നാം കാണുന്നു. സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞ് ഈജിപ്തിൽ അടിമയായി വിൽക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട മനുഷ്യൻ. എന്നാൽ ദൈവം അദ്ദേഹത്തെ ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി ഉയർത്തുന്നു. പോൾ എന്ന മനുഷ്യനെ കുറിച്ച് നാം വായിക്കുന്നു. He was a well learned man, a rich man, an affluent man. എന്നാൽ ഒരിക്കൽ യേശുക്രിസ്തുവിന്റെ ദർശനം ഞാൻ കാണുന്നു. യേശുവിന്റെ ശിഷ്യനായി തീരുകയാണ്. തനിക്കുണ്ടായിരുന്ന എല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണിയ മനുഷ്യൻ. ക്രൈസ്തവ ലോകം അദ്ദേഹത്തെ കാണുന്നത് ഏറ്റവും സമുന്നതനായ ആധ്യാത്മിക നേതാവായിട്ടാണ്. രണ്ട് വ്യക്തികൾ, ഒന്നുമില്ലാതിരുന്നിട്ടും ദൈവം ഉയർത്തിയ, പ്രധാനമന്ത്രി ഉയർത്തിയ ജോസഫ്, എല്ലാം ഉണ്ടായിരുന്നിട്ടും ദൈവത്തിന് വേണ്ടി ഒന്നും വേണ്ടെന്ന് വെച്ച പൗലോസ്. ആരാണ് യഥാർത്ഥത്തിൽ ജീവിത വിജയി? ദൈവത്തിന് നമ്മെക്കുറിച്ച്, ഓരോരുത്തരെ കുറിച്ച് വ്യക്തമായ പദ്ധതികളും പ്ലാനുകളും ഉണ്ട്. ജീവിത വിജയം എന്ന് പറയുന്നത് ആ ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞ് ആ പദ്ധതിയിൽ ജീവിച്ച് ആ പദ്ധതി പൂർത്തിയാക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ജീവിത വിജയിയായി തീരുന്നത്. കേവലം ഭൗതിക നേട്ടങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ, അത് മാത്രം വിജയമായി കണക്കാക്കാതെ, ദൈവപദ്ധതി, നമ്മോടുള്ള ദൈവപദ്ധതി തിരിച്ചറിഞ്ഞ് ആ പദ്ധതിയിൽ ജീവിച്ച് ആ പദ്ധതി പൂർത്തിയാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ, താങ്കളെ സഹായിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. God bless you.